ഞാനിന്നിവിടെ മത്തി മീൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ അരച്ച ഒരു കറി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ചേരുവകൾ എന്തൊക്കെയാണ് പറയാം. മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം നന്നാക്കി അതിൻ്റെ ഈ പനഞ്ഞൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഒരു തേങ്ങയുടെ പകുതി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, 1.5 ടീസ്പൂണ് മുളക് പൊടി, വലിയ ജീരകം 1/2 ടീസ്പൂണ്, മല്ലി 4 ടീസ്പൂണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇത് നമ്മൾ വഴറ്റണം. പിന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം ഇഞ്ചി ഇതെല്ലാം ചതച്ചെടുത്ത് തക്കാളി, പച്ചമുളക് ഇതെല്ലാം അതിലിട്ട് വഴറ്റുക. അതിന് ശേഷമാണ് നമ്മൾ അരവുകളൊക്കെ ചേരുവകൾ അതിൽ ചേർത്തേണ്ടത് കേട്ടോ. ഞാനിവിടെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് തീയെല്ലാം കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കറി വെച്ചതിന് ശേഷം കുറച്ച് ഉള്ളി വറുത്ത് കറിയിലേക്ക് ഒഴിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുണ്ട് ആവശ്യത്തിന്. അത് നമ്മൾ ഒന്ന് വഴറ്റി വാടി കിട്ടണം കേട്ടോ. ഇങ്ങനെ നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഉച്ചക്ക് ചോറിലേക്കും രാത്രി ചപ്പാത്തിയിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയേക്കാരം. ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടിയിട്ടാണ് നമ്മൾ ആ ചതച്ച് വെച്ച ഉള്ളി ഇട്ട്. ഈ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഈ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുത്തി ഉടഞ്ഞ് നല്ല ഉടയണം കേട്ടോ. നല്ലതുപോലെ ഉടയണം, എന്നാലുള്ളൂ കറി ടേസ്റ്റ് ഉണ്ടാവുക. ആ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല കട്ടിയിൽ അത് കറിയിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മീൻ കറിക്ക്. ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ പിന്നെ നമ്മൾ ഉള്ളി കൊണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഇടും. കറിവേപ്പില ഊറ്റി ഒന്ന് അതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴറ്റുമ്പോഴാണ് കറിവേപ്പില. ഇതൊരു 5-6 ആൾക്ക് ശരിക്ക് ഉച്ചക്ക് ചോറിലേക്ക് കഴിക്കാൻ പറ്റിയ അത്ര കറി ഉണ്ടാവും കേട്ടോ. നമുക്ക് കുറേ ആളുകളുണ്ടെങ്കിൽ മീനിൻ്റെ അളവ്, അതേപോലെ ഉള്ളി, തക്കാളി, അരവ്, ഈ സാധനങ്ങളുടെ അളവെല്ലാം കൂട്ടണം. ഞങ്ങളിപ്പോൾ ഇവിടെ 5-6 ആളുകളുണ്ട്. അതിന് ഞങ്ങൾക്കുള്ള കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഈ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഈ അരവുകളൊക്കെ എടുത്തു വെച്ച അരവുകളൊക്കെ ചേർത്തി കൊടുക്കാൻ വേണം. എല്ലാ അരവും ഒരുമിച്ചിടാം. എടുത്ത് നല്ലതുപോലെ നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എല്ലാ അരവുകളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ എണ്ണയിൽ വാടി വന്നിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അരവ് ഇനി ഈ വെള്ളത്തിലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കാനുണ്ട്. അത് കുറച്ച് തിളച്ചിട്ട് വേണം നമ്മൾ മീനിട്ട് കൊടുക്കാൻ. കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ആ കൊടുമ്പുളി ആവശ്യമില്ലവർക്ക് കൊടുമ്പുളി ഇടട്ടോ, പക്ഷേ ടേസ്റ്റ് പുളിയാണ്. നമ്മൾ വെള്ളത്തിലിട്ട പുളിയുടെ ചാറ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്.
മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. വെല്ലം ഇങ്ങനെ ഒന്നിങ്ങനെ ആ അരവിൽ നമ്മൾ വെച്ച് അനക്കാതെ വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. നമ്മളെ കറിയൊക്കെ നല്ലപോലെ തളിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. മെല്ലെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കാൻ പാടില്ല. ഇളക്കിയ മീൻ എല്ലാം കലങ്ങിപ്പോവും. ഇത് ഇനി ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ. ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ആ തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓഫാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഉള്ളി വറുത്ത് അതിലേക്ക് ഒഴിക്കണം. അത്രയേ ഉള്ളൂ കറി. എല്ലാ ഭാഗം തുള്ളി വരുന്നുണ്ട്. ഉപ്പ് എല്ലാവരും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം മീൻ കറിയിൽ ഉപ്പൊക്കെ വേണം, നല്ലോണം ടേസ്റ്റ് ഉണ്ടാകുക. പുളിയും ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം. എല്ലാവരും ഇതിലേക്കൊരു മീൻ വറുത്തതും ഒരു ഉപ്പേരിയും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഭാഗം തിളക്കണുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ്. കൊണ്ടും ഇങ്ങനെ കഷ്ണം മീൻ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ പുളിക്ക് പകരം തൈര് പാർന്നാലും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പുളിയാണ് പാർന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് വറുക്കുക, ഉലുവ ഇട്ടും വറുക്കുക കേട്ടോ. ചിലർക്ക് ഉലുവ ഇഷ്ടമുണ്ടാവില്ല, ഉള്ളി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഉള്ളിയെല്ലാം നമ്മളത് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയായ മീൻ കറി തേങ്ങ അരച്ച് വെച്ചത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.